Namaste. Those who are new here, I'm Dr. Susan Kaur, life psychologist and transformation coach. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പാരന്റിഫിക്കേഷൻ ഓഫ് എ ചൈൽഡ് ആണ്. അപ്പോൾ അത് എന്താണ് ഈ പാരന്റിഫിക്കേഷൻ ഓഫ് എ ചൈൽഡ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്, ഏത് രീതിയിലാണ് ഇതൊരു കുട്ടിയെ അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. പാരന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരാളെ പേരന്റ് ആക്കി കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുട്ടി എന്ന് പറയുന്ന അയാള് കുഞ്ഞാണ്, അയാളൊരു ഡിപ്പെൻഡന്റ് ആണ്, കെയർ ആവശ്യമുള്ള ഒരാളാണ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ സപ്പോർട്ടും ഗൈഡൻസും എല്ലാം ആവശ്യമുള്ള ഒരാളാണ് കുട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ കുട്ടിയെ നമ്മൾ ഒരു പേരന്റ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് പാരന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ചെറുപ്രായത്തിൽ തന്നെ അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബൗണ്ടറീസ് എല്ലാം നഷ്ടപ്പെടും. ഒരു കുട്ടി എന്നുള്ള രീതിയിലുള്ള ബൗണ്ടറീസ് എല്ലാം പോകും. എന്നിട്ട് ആ കുട്ടി ഒരു അഡൾട്ടിന്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം എടുക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അതായത് ആ കുട്ടി ഒരു കെയർ ടേക്കർ ആവും, ഒരു പേരന്റിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ചെയ്യും. അതുപോലെ തന്നെ അവരുടെ പേരൻസിന് സപ്പോർട്ട് കൊടുക്കും, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കും, അവരുടെ കൂടെയുണ്ട്, അവരെ ആശ്വസിപ്പിക്കും, അവരെ ഇമോഷണലി അവർക്ക് വളരെയേറെ നല്ല രീതിയിലുള്ള സപ്പോർട്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ സിബ്ലിങ്സിനെ അവർ പേരന്റ് ചെയ്യും. ഒരു മാതാവിനെയോ പിതാവിനെയോ പോലെ അവരുടെ സിബ്ലിങ്സിനെയും അവർ ടേക്ക് കെയർ ചെയ്യും. ഇത് നമ്മൾ പല ഫാമിലീസും കാണുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ നമ്മളിത് കാണുമ്പോൾ നമ്മൾ പറയും, ആ കുട്ടി എത്ര മെച്യൂർ ആയിട്ടുള്ളൊരു കുട്ടിയാണ്, എത്ര നല്ല കുട്ടിയാണ്, കണ്ടില്ലേ എല്ലാ ഉത്തരവാദിത്തത്തോടും ചെയ്യുന്നത്. പക്ഷെ ആ കുട്ടിയുടെ ഇമോഷണൽ ബേർഡൻ ആ കുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇതിങ്ങനെയൊക്കെ ആ കുട്ടി ചെയ്യുമ്പോഴത്തേനും ആ കുട്ടി നിവൃത്തിയില്ലാതെയായിരിക്കും അത് ചെയ്യുന്നത്. ഇത് സാധാരണ സംഭവിക്കുന്ന ഏരിയാസ് എവിടെ, എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു നാർസിസിസ്റ്റിക് അല്ലെ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലോ ഒരു ഫാമിലിയിൽ, അതായത് അതൊരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയാണ്. അവിടെ അപ്പൻ അമ്മ മക്കൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബൗണ്ടറീസ് എല്ലാം തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു പേരന്റില് റോൾ റിവേഴ്സൽ എന്ന് പറയും. പേരന്റ് കുട്ടിയാവും, കുട്ടി പേരന്റ് ആവും. ഈ രീതിയിലേക്ക് ഇത് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഡിസ്ഫങ്ഷണൽ ഫാമിലി. അതായത് അബ്യൂസീവ് ആയിട്ടുള്ളൊരു ഫാദറോ മദറോ ആരെങ്കിലും ആട്ടെ. അപ്പൊ ഈ കുട്ടി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, കൂടുതലായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് കയറും. അവന്റെ സിബ്ലിങ്സിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. അവന്റെ അപ്പനെയോ അമ്മ മറ്റേ പേരന്റ് ആരാണോ ആ പേരന്റിനെ കവർ ചെയ്ത് നിൽക്കാനായിട്ട് നോക്കും. മറ്റേ പേരന്റുമായിട്ട്, ഒരു അബ്യൂസീവ് പേരന്റുമായിട്ട് എങ്ങനെയാണോ ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കും. ബാക്കിയുള്ളവർക്ക് സെക്യൂരിറ്റി പ്രൊവൈഡർ ആയിട്ട് നോക്കും. പക്ഷെ ഇതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നതായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കുകയാണ്, ഒരു ഡിസ്ഫങ്ഷൻ ഫാമിലി നമ്മൾ പറയുന്ന ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് ഉള്ള ഫാമിലിയിൽ, ഒരു മെന്റൽ ഇൽനെസ് ഉള്ള ഫാമിലിയിൽ, അല്ലെങ്കിൽ ഒരു ഫാദറിനോ മദറിനോ ഭയങ്കരമായ ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ് ഉണ്ടാകുന്നു, ഒരു ബെഡ് റിഡൻ ആവുന്നു, എന്തെങ്കിലുമൊക്കെ അങ്ങനെ പ്രശ്നം വരുന്നിടത്ത്. അതുപോലെ തന്നെ നമുക്ക് ഒരു സിംഗിൾ പേരന്റ് ഉള്ളിടത്ത് നമ്മൾ കാണാറുണ്ട്, അവർക്ക് വേറെ സപ്പോർട്ടൊന്നുമില്ല, പുറത്തൊന്നും സപ്പോർട്ടില്ല, ഗ്രാൻഡ് പേരൻസ് സപ്പോർട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കുട്ടികൾ ഇങ്ങനത്തെ ഇത് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ വരുമ്പോൾ, ഞാൻ പറഞ്ഞു നമ്മുടെ ഡിസ്ഫങ്ഷൻ ഫാമിലി, പ്രത്യേകിച്ച് നാർസിസിസ്റ്റിക് ഫാമിലീസ് എന്ന് വരുന്ന കുട്ടികൾ, അവിടെ ഈ നാർസിസിസ്റ്റിക് പേരന്റിന് എതിരായിട്ട് നമ്മൾ മറ്റേ പേരന്റിനെ സപ്പോർട്ട് ചെയ്യാൻ, സിബ്ലിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ഡിസ്ഫങ്ഷണൽ കൾച്ചറിൽ നിന്ന് വരുന്ന കുട്ടികളും, പല കൾച്ചേഴ്സും പല രീതിയിലുള്ള എന്താ പറയുക റെസ്പോൺസിബിലിറ്റീസ്, അത് ഫസ്റ്റ് ബോണിന്റെ മേളിൽ, അല്ലെങ്കിൽ ഒരു കുട്ടി കുറച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ളതാണ് പറയും, മോനെ നിന്റെ മുകളിലാണ് ഈ കുടുംബത്തിന്റെ ഇതെല്ലാം ഇരിക്കുന്നത്, നീ നിന്റെ ബ്രദേഴ്സിനെ നീ ടേക്ക് കെയർ ചെയ്യണം, പേരൻസിനെ ടേക്ക് കെയർ ചെയ്യണം, അവർക്ക് അത്രയും കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. ഇനി ഒരു നാർസിസിക് പേരന്റ് അത് അവരറിഞ്ഞുകൊണ്ടും കുട്ടികളുടെ മുകളിലേക്ക് ഇങ്ങനെ വെക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറയും, നിന്റെ അപ്പൻ അങ്ങനെയല്ല, നിന്റെ അമ്മ അങ്ങനെയാണ്, ഇവരൊക്കെ ഇങ്ങനെയാണ്, നീ വേണം ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നും പറഞ്ഞിട്ട് അവരുടെ മുകളിലേക്ക് ഇടും. ഇനി ആ കുട്ടി കുറച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവ് കൂടുതലുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ മുകളിലേക്ക് ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആ കുട്ടിയുടെ മുകളിലേക്ക് ഇടും. ഇനി നമുക്കറിയാമല്ലോ, നമ്മുടെ ഫാമിലീസിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ചിലപ്പം ഈ അവരുടെ ആ ഒരു മൂത്ത കുട്ടി
അല്ലെങ്കിൽ ഒരു കുട്ടി ആൺകുട്ടിയാണെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ബാക്കി സഹോദരങ്ങളെ ടേക്ക് കെയർ ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ചെറുപ്പം മുതലേ ഈ ഒരു പേരൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയ ബാക്കി കുട്ടികളെയും വീട്ടുകാര്യങ്ങളും നോക്കേണ്ടത് ഇവരുടെ ചുമലിലേക്ക് ഇടും. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല പേരൻസും പറയുന്നത്, നീ ഇനി ഒരു വീട് വെക്കണം, നമുക്കൊരു വീട് വേണം, നമുക്കൊരു ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, നമുക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നിന്റെ അനിയന് പഠിക്കണം, നിന്റെ പെങ്ങളെ കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പേരൻസ് എന്ത് ചുമതലയാണോ എടുക്കേണ്ടത് അതല്ലെങ്കിൽ ഈ പേരൻസ് ഓരോ വ്യക്തികളെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടതിന് പകരം ഈ റോള് മുഴുവൻ എടുത്ത് ഈ ഒരു കുട്ടിയുടെ മുകളിലേക്ക് ഇടും. എന്നിട്ട് ഈ കുട്ടി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുകയാണ്. എങ്ങനെയൊക്കെയാണ് ഇതിനെ ഒന്ന് നേരെയാക്കി കൊണ്ടുവരിക. പിന്നെ വീട്ടുകാർക്ക് വീട് വെക്കാനായിട്ട് ഓടുന്നു, പിന്നെ അനിയനെ പഠിപ്പിക്കാൻ ഓടുന്നു, അനിയത്തെ പഠിപ്പിക്കാൻ ഓടുന്നു, അവരുടെ കല്യാണം കഴിപ്പിക്കാൻ ഓടുന്നു, അവരുടെ വീട് വെച്ച് കൊടുക്കാൻ ഓടുന്നു, ഇങ്ങനെ സകല സാധനം. അത് ബാക്കിയൊക്കെ ഏരിയയിൽ ഇപ്പോൾ ഒരു പേരൻറ്റിന് അസുഖം വന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് ഒരു സിറ്റുവേഷൻ്റെ രീതിയിൽ ഒരു കുട്ടിയിലേക്ക് ഒരു പാരന്റിഫിക്കേഷൻ വരുന്നു എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് ഓക്കെ അത് അങ്ങനെ വന്നതാണ്. പക്ഷെ ഇന്ന നാർസിസിസ്റ്റിക് പേരന്റിങ്ങിൽ അവരറിഞ്ഞുകൊണ്ട് ഒരാളെ അങ്ങനെ ആക്കുന്നതാണ്. പല കുട്ടികളും അത് റിയലൈസ് ചെയ്യുന്നില്ല. അവർക്കത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവർ പോലും അറിയാതെ അവരിലേക്ക് ആ ഒരു പാരന്റിഫിക്കേഷൻ കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ പുതിയ ബുക്കിനകത്ത് ഞാൻ അതിനെപ്പറ്റി ചില കേസസ് ഒക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് കേസ് സ്റ്റഡീസ് ഒക്കെ വെച്ചിട്ട് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാരന്റിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് ഈ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഇതിവരെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റോൾ റിവേഴ്സൽ കൊണ്ട് അവർക്ക് വളരെയേറെ സ്ട്രെസ്ഫുള്ളാണ്. അവരുടെ മേളിലേക്ക് പെർഫോമൻസ് സ്ട്രെസ്സ്, അതുപോലെ ഒബ്ലിഗേഷൻ്റെ സ്ട്രെസ്സ്, അവർ പല കാര്യങ്ങളും ഡെലിവറി ചെയ്യാനുണ്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റീസിൻ്റെയും എല്ലാം കൂടെ ആഡഡ് ആയിട്ടുള്ള സ്ട്രെസ്സ്. ഒരു പേരൻ്റ് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവനവൻ്റെ കുട്ടികളെ അവനവൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് വളരെ കേപ്പബിൾ ആയിട്ട് വളർന്നു വരാനായിട്ടുള്ള ഹെൽപ്പാണ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർ മോസ്റ്റ്ലി ഇവരുടെ എല്ലാ ബേർഡനും എടുത്ത് ഈ കുട്ടികളുടെ മുകളിലേക്ക് ഇടും. പിന്നെ ഒരു പാരന്റിഫിക്കേഷൻ പ്രോസസ്സിൽ വരുന്ന വേറൊരു കാര്യമാണ്, അവർക്ക് ചെയ്തെടുക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും ഈ കുട്ടി നേടിക്കൊടുക്കണം. നമ്മൾ പഠിച്ചിട്ട് എനിക്ക് ഡോക്ടറാണ് ആകാൻ പറ്റില്ല, ഇനി ആകണം, അങ്ങനെയുള്ള ഇതെല്ലാം പാരന്റിഫിക്കേഷൻ്റെ ഒരു പ്രോസസ്സായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കൊടുക്കുന്നത് കുട്ടികൾക്ക് വളരെയേറെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും. അവർ ഇമോഷണലി കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയി പോകും. അതുപോലെ തന്നെ അവരുടെ കംപ്ലീറ്റ് ചൈൽഡ്ഹുഡ് നഷ്ടപ്പെടും. അവർ എപ്പോഴും ഉള്ളിനകത്തൊരു ആങ്സൈറ്റിയും ഒരു ഫ്യൂച്ചറിനെ ഓർത്തുള്ള ഒരു അങ്കലാപ്പൊക്കെ ആയിരിക്കും കുട്ടികൾക്ക്. അല്ലെങ്കിൽ എപ്പോഴും അവർക്ക് തോന്നും ഞാൻ ശരിക്കും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ടോ, അപ്പോൾ ഒരു പെർഫോമൻസ് നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ആങ്സൈറ്റി, ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം ഡെലിവറി ചെയ്യുന്നുണ്ടോ, ഞാൻ ഇവരെ എല്ലാം നോക്കേണ്ട ആളല്ലേ, ഞാൻ ഇവർക്കെല്ലാം കൊടുക്കേണ്ട ആളല്ലേ. അതൊക്കെ ചില ആളുകൾ കല്യാണം കഴിഞ്ഞിട്ടും ഈ പാരന്റിഫിക്കേഷൻ പ്രോസസ്സിൽ നിന്നുകൊണ്ട് അപ്പനെയും അമ്മയെ നോക്കുന്നു, സഹോദരങ്ങളെ നോക്കുന്നു, അവരുടെ വീട്ടുകാരെ നോക്കുന്നു. ഇനി അവർക്ക് മക്കളുണ്ടായാൽ സഹോദരങ്ങൾക്ക് മക്കളുണ്ടായാൽ അവരെ പോലും നോക്കുന്നു, അവരുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു, അവരെ പഠിപ്പിക്കാൻ നോക്കുന്നു. അതിനകത്ത് ഏറ്റവും കഷ്ടകരമായ കാര്യം എന്നാന്ന് വെച്ചാൽ ഈ നാർസിസിസ്റ്റിക് പേരൻസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഫാമിലി, അയാളുടെ ഭാര്യ മക്കളെ ഒന്നും നോക്കുന്ന രീതിയിലേക്ക് അയാളെ കൊണ്ടുവരത്തില്ല. പറയും നിന്റെ റെസ്പോൺസിബിൾ കിടക്കുന്നത് ഇവിടെയാണ്, അല്ല നിന്റെ ഭാര്യയുടെ മക്കളെയും കൂടെ അല്ല എന്നുള്ള രീതിയിലേക്ക് ഈ പേരൻസ് എന്ത് ചെയ്യും, അവരുടെ കാര്യങ്ങൾ ആ മകനോ മകളോ നോക്കിയെടുക്കാനായിട്ട് അവരിലേക്ക് ഇത് മുഴുവൻ കൊടുത്തിട്ട് അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ഈ അപ്പനെയും അമ്മയും അവരുടെ സഹോദരങ്ങളെയും അവരുടെ മക്കളെയും നോക്കി അവരുടെ ജീവിതകാലം മുഴുവൻ അങ്ങനെ കഴിയുകയും സ്വന്തം ഭാര്യയും മക്കളെയൊന്നും അത്രയായിട്ട് കരുതാതെയും പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവരുടെ ലൈഫിൽ ഇവരുടെ സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഈ ഇങ്ങനെയുള്ള പാരന്റിഫിക്കേഷൻ പ്രോസസ്സ് വരുമ്പോൾ. ഇതിൻ്റെ ലോങ് ടേം ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ഡ്രെയിൻഡ് ആവും. ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ബാക്കിയുള്ളവർ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകും. കാരണം ഇവരൊരു പേരന്റ് പോലെയാണല്ലോ, ഞാനാണ് പ്രൊവൈഡർ, ഞാനാണ് സെക്യൂരിറ്റി കൊടുക്കുന്നത്, ഞാൻ വേണം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ, ഇവർക്ക് ഞാനാണ് ഉള്ളത് എന്നുള്ള രീതിയിലേക്ക് പോകും. ഇവരുടെ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സപ്രസ്ഡ് ആയിട്ട് ഈ അഡൾട്ട് അല്ലെങ്കിൽ ഒരു പേരന്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇവർ വരും. അപ്പം ഇവർക്ക് ഉള്ളിലുള്ള ആ കുട്ടി എന്ന് പറയുന്നത് അവിടെ കംപ്ലീറ്റ്ലി ചേഞ്ചാണ് പണ്ട് മുതലേ, കുഞ്ഞിലെ മുതലേ.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ ഫീൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ലോങ് ടേം ഡിഫിക്കൽട്ടീസ് വരുമ്പോഴത്തേനും അവർക്ക് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ഇഷ്യൂസ് വരും. അതുപോലെ തന്നെ അവരുടെ ബൗണ്ടറീസ് എല്ലാം അവർക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്സിലൊക്കെ നല്ല രീതിയിലുള്ള ഇഷ്യൂസ് വരും. അപ്പോൾ അവരുടെ ഒരു ഇപ്പം അവരുടെ ഫാമിലി, അവരുടെ പെർഫോമൻസ്, അതുപോലെ തന്നെ അവരുടെ എല്ലാ സിസ്റ്റത്തിനകത്തും അവരാരെയാണോ പാരന്റിഫിക്കേഷൻ ചെയ്യുന്നത് അതിലേക്കായിരിക്കും അവർ കൂടുതലായിട്ട് നോക്കുക. അതല്ലാതെ അവരുടെ സ്വന്തമായിട്ടുള്ളൊരു ജീവിതം സ്വയമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ കാര്യത്തിലേക്ക് പോകും. അപ്പോൾ സ്വന്തം കാര്യം അവർക്ക് ഒരിക്കലും നോക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അവനവൻ്റെ ജീവിതം ഒരു സാക്രിഫൈസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇവർ പോകാറുണ്ട്. അപ്പോൾ ഒരു ലോങ് ടേം ഇഫക്റ്റിൽ ഇവരെപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എക്സിസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവരെ പേരന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണെന്നുള്ള രീതിയിലേക്ക് ഇവര് മാറാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ഇതെങ്ങനെ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാം എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ നമ്മൾ ആദ്യം അറിയുന്നത് ആസ് എൻ അഡൾട്ട് എൻ്റെ സെൽഫ് കെയറും എൻ്റെ സെൽഫ് റെസ്പോൺസിബിലിറ്റീസും ഞാൻ ആരാണെന്നുള്ളത് എൻ്റെ റോള് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഞാനൊരു ടൈപ്പിന് ഞാനൊരു ഹസ്ബൻഡ് ആകുന്നു, അല്ലെ വൈഫ് ആകുന്നു, ഒരു ലൈഫ് പാർട്ട്ണർ ആകുന്നു, പിന്നെ ഞാൻ തന്നെ ഒരു പേരൻ്റ് ആകുന്നു. അപ്പം ഈ പേരന്റിഫിക്കേഷൻ ചെയ്ത ചൈൽഡ് ആർക്കാണോ അവിടെ പേരന്റിഫിക്കേഷൻ ചെയ്യുന്ന അതിലേക്ക് മാത്രമായിരിക്കും ശ്രദ്ധ. ഈ പുതിയതായിട്ട് വന്ന ഞാനൊരു റിയൽ പേരൻ്റ് ആയിട്ടുള്ളതിലേക്ക് ചിലപ്പോൾ അത്രയും ശ്രദ്ധ കൊടുക്കാനായിട്ട് ഇവർക്ക് പറ്റിയെന്ന് വരത്തില്ല. അതൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യുക, ഒരു കോൺഷ്യസ് ആയിട്ടുള്ള അനാലിസിസ് അല്ലെങ്കിൽ ഒരു കോൺഷ്യസ് ആയിട്ട് അവയർനെസ് ഉണ്ടാകുക. നമ്മൾ എവിടെയാണ്, ആരാണ്, എൻ്റെ റോൾസ് ഒക്കെ എന്താണ്, ഇതുവരെ എങ്ങനെയാണ് ചെയ്തത്, എല്ലാവർക്കും ഞാൻ ഹീറോ ആയിട്ട് പേരൻ്റായിട്ട് ആരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഒന്ന് റിവൈവ് ചെയ്തുകൊണ്ട് വരാനായിട്ട് നോക്കുക. നമ്മൾ ഉള്ളിൽ ഇത്രയും നാൾ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കടന്നിരുന്ന ഒരു ചൈൽഡിനെ ഒന്ന് റിവൈവ് ചെയ്തുകൊണ്ട് വരാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും അവനവൻ്റെ ജീവിതം ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓരോരുത്തരുടെ ജീവിതവും അവനോൻ തന്നെയാണ് ബിൽഡ് ചെയ്തുകൊണ്ട് വരേണ്ടത്. നമ്മളായിട്ട് അവരെ പേരൻറ്റിങ് ചെയ്യുകയോ അവരെ ഈ രീതിയിൽ കൊണ്ടുവരികയോ ചെയ്യേണ്ട. നമുക്ക് സപ്പോർട്ടും ഹെൽപ്പും ഒക്കെ കൊടുക്കാം എന്നുള്ളതല്ലാതെ ആരെയും നിങ്ങളായിട്ട് ജീവിതം കൊടുത്ത് അവരെല്ലാ രീതിയിലും അങ്ങനെ ഒരു പേരൻറ്റിനെ പോലെ ഒരു ചൈൽഡിനെ വളർത്തിക്കൊണ്ട് വരുന്ന പോലെ വരേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ അറിയണം. പിന്നെ നമ്മൾ നമ്മുടെ ബൗണ്ടറീസ് നല്ലപോലെ സെറ്റ് ചെയ്യുക, നമ്മുടെ ജീവിതം നമ്മളെ സെൽഫ് ലവ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി അതർ സെൻറ്റേർഡ് പീപ്പിൾ ആകാതെ കുറച്ച് സെൽഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളാകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇതുപോലത്തെ ഇഷ്യൂസ് വരികയാണ്, നമുക്കത് പറ്റുന്നില്ല, നമുക്ക് ഭയങ്കരമായിട്ട് ഗിൽട്ട്, അതുപോലെ തന്നെ ഷെയിം, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഗിൽട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ആം ഐ നോട്ട് ഡൂയിങ് മൈ ജോബ് പ്രോപ്പർലി എന്നൊക്കെയുള്ള രീതിയിൽ ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്കത് ഭയങ്കര കൺട്രോൾ ചെയ്യുന്നതിനപ്പുറത്താണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ആരും അബ്യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കരുത്. ഇതെല്ലാം അബ്യൂസാണ്. മിസ്യൂസ് അബ്യൂസ് എന്ന രീതിയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പം നമ്മളെ ആരും മിസ്യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല, നമ്മളെ അബ്യൂസ് ചെയ്യാൻ സമ്മതിക്കരുത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നെവർ ഗിവ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ്, നെവർ സെൽഫ് അബ്യൂസ്. നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ.